എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാദർ എൽദോസ് വട്ടംപറമ്പിൽ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡെൻമാർക്കിലേക്ക് നഴ്സുമാർ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വളരെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ കാരണം നിരവധി ആളുകൾ അതിൻ്റെ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നത് കുറച്ചുകൂടി നമ്മുടെ ആളുകൾക്ക് വരാൻ കാത്തിരിക്കുന്നു, പ്രത്യേകിച്ച് നഴ്സുമാർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന ചിന്തയിലാണ്. ഈ ഒരു വിസ 3 വർഷത്തെ കാലയളവിലേക്കാണ് കിട്ടുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അതിന് ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യം, നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചാൽ മതി, ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്താൽ ജോലി കണ്ടെത്താൻ പറ്റും. ജോലി കണ്ടെത്തി അവർ ഒരു 6 മാസത്തെ ട്രെയിനിങ് തന്നാൽ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ഓതറൈസേഷൻ കിട്ടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നതായിരുന്നു നിയമം. അതിപ്പോൾ അത്ര സന്തോഷകരമല്ലാത്ത രീതിയിൽ ഒരു നിയമത്തിലൊരു മാറ്റം വരികയാണ് ജൂലൈ 1 മുതൽ. അതിൻ്റെ കാരണം നിരവധി ആപ്ലിക്കേഷനുകൾ വരികയും ഒരുപാട് ആപ്ലിക്കേഷനുകളും കാൻഡിഡേറ്റ്സും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പാർലമെൻറ്റിൽ അത് പാസ്സായാൽ ആ നിയമം പ്രാബല്യത്തിൽ വരും. ജൂലൈ 1 മുതൽ 2025 ജൂലൈ 1 മുതലാണ് ആ നിയമം പ്രാബല്യത്തിലാകുന്നത്. ആ നിയമം ഇതാണ്: നിങ്ങൾ ഈ വിസ നിലവിലുണ്ട്, ഈ വിസയിൽ ഡെൻമാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കണമെന്ന് മാത്രമല്ല IELTS OET ഒക്കെ സ്കോർ ചെയ്യുന്നത് പോലെ സ്പീക്കിങ്ങിൽ ഔട്ട് ഓഫ് 12 10 സ്കോർ ചെയ്യണം, റീഡിങ്ങിൽ 7 സ്കോർ ചെയ്യണം, റൈറ്റിങ്ങിൽ 7 സ്കോർ ചെയ്യണം. അത്രയും പഠിച്ച് ഇവിടെ ലാംഗ്വേജിൻ്റെ ഒരു 3 ലെവലുണ്ട്. അതിൽ PD3 ഈ സ്കോറോട് കൂടി പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി അന്വേഷിച്ച് നേഴ്സായി കയറി അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ജോലി കിട്ടിയിട്ടുള്ള ആദ്യത്തെ നാളുകളാണ്, 6 മാസത്തോളമാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നിലവിൽ ഈ വിസയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. വിസ നിലവിലുണ്ട്, ജോലി അന്വേഷിക്കാനും ഭാഷ പഠിക്കാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട്. ഇതിനുവേണ്ടി വരാൻ കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോഴും നഴ്സുമാർക്ക് വരാനുള്ളതും ജോലി അന്വേഷിക്കാനും ഒന്നുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവസരമുണ്ട്, പക്ഷേ ആ ലാംഗ്വേജ് ഈ ഒരു രീതിയിൽ പാസ്സാകണം എന്നുള്ളതാണ് നിബന്ധന. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല.